അതെ, നിങ്ങൾ പല ജാതി സ്വിസ് റോൾ കഴിച്ചിട്ടുണ്ടാവും. പിന്നെ വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത അങ്ങനെയുള്ള പല ഇതും കഴിച്ചിട്ടുണ്ടാവില്ലേ. നിങ്ങൾ ചിക്കൻ്റെ സ്വിസ് റോൾ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം ഇത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ഗവേഷണം ചെയ്ത് കിട്ടിയൊരു സംഭവം. ഇത് കുഴക്കണ്ട, പരത്തണ്ട, മാവ് ഉണ്ടാക്കിയേ വേണ്ട. ആകെ ഒരു ജസ്റ്റ് മസാല മാത്രം ഉണ്ടാക്കിയാൽ മതി. പണി വളരെ കുറഞ്ഞ പണിയിലാണ് ഈ ഒരു സ്വിസ് റോൾ ഉണ്ടാക്കിയത്. ടേസ്റ്റ് ആണെങ്കിൽ എന്തെല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ്. വീഡിയോ കാണാൻ അധികം പൊലിപ്പിക്കണ്ട. അപ്പോൾ പാൻ വെച്ച് ചൂടാകുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുക, ഒരു ചെറിയ പീസ് കേട്ടോ. ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ബട്ടറിലാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 4 ചിക്കൻ്റെ പീസ്, അതായത് മീഡിയം പീസായിട്ട് കട്ട് ചെയ്തിട്ട് വാങ്ങിയ ചിക്കൻ ഉണ്ടാവില്ലേ, അതിനെ പിന്നെ ഞാനൊന്നും കൂടി കച്ചനാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അല്ലെങ്കിൽ ചോപ്പ് ചെയ്യില്ല, അത് ആ ഒരു രീതിയിൽ എടുത്താണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്ത് തന്നെ അങ്ങനെ തന്നെ. എന്നിട്ട് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. അത് കുറേശ്ശെ നോക്കിയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, പിന്നെ ചിക്കൻ മസാലയും. ഈ ഒരു മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ടീസ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ഒരു പേസ്റ്റ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മറ്റേതാക്കാൻ മടിച്ച് ഇതന്നെ ചേർക്കലായി. പിന്നെ നമ്മൾ ബിരിയാണിയും കറിയൊന്നും വെക്കുമ്പോൾ ഇത് അത്രയ്ക്ക് പോരാട്ടോ. നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. ഈ ചിക്കൻ്റെ സ്നാക്സും പിന്നെ ചിക്കൻ പൊരിച്ചതിലും ഈ ഒരു നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ. മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുക. കാരണം ഈ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നല്ല ഉപ്പുണ്ട്. അപ്പോൾ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നോമ്പൊക്കെ കഴിഞ്ഞിട്ടൊരു സ്നാക്സ് കഴിക്കണമെന്ന് തോന്നി, അങ്ങനെ ഉണ്ടാക്കിയതാണ്. വലിയ പണിയൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ഇറങ്ങി തിരിച്ചു. എന്താ അല്ലേ, എന്താ കേട്ടെ. ഇടയ്ക്കിടെ നമ്മൾ പിന്നെ ഇളക്കി കൊടുക്കുക. തീ കുറച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു 60% കുറച്ച് വെന്ത് ആകുന്ന സമയത്ത് ഉള്ളി ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 4 പീസ് ചിക്കനൊക്കെ ഒരു 2-3 ഉള്ളി മതിയാവും കേട്ടോ. ഒരു ചെറുതാണെങ്കിൽ 3 എടുക്കുക കേട്ടോ, വലുതാണെങ്കിൽ 2 മതിയാവും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ ഈ ഉള്ളിയും ക്യാപ്സിക്കും വേവേണ്ട ആ ഒരു ടൈം ആവില്ല ചിക്കൻ വെന്തിട്ട്, ആ സമയത്ത് ഇട്ടാൽ മതി കേട്ടോ ഉള്ളിയും ക്യാപ്സിക്കും. എന്നിട്ട് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിലേക്ക് കുറച്ച് ടൊമാറ്റോൻ്റെ സോസ് ഒഴിച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോൻ്റെ പ്യൂരി ഇല്ലേ, റെഡിമെയ്ഡ്, അതായത് അത് വേണമെങ്കിൽ ചേർക്കട്ടോ. പിന്നെ ചെറിയ പീസ് മാഗി ക്യൂബ് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നമ്മളെ ഫില്ലിങ് റെഡി. ഇനി ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന ആ ഒരു ടൈം തീ കുറച്ച് വെക്കണേ. അത് നല്ലൊരു ജ്യൂസി എഫക്റ്റ് വേണം, എന്നെങ്കിൽ ആ ഒരു മസാലക്കൊരു ആ ഒരു സ്നാക്സിന് ടേസ്റ്റ് ഇല്ല. കണ്ണിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നമ്മളെ രാത്രി കണ്ട് വലിയ ഇതില്ല, അതാണ് കഷ്ടം. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മൾ സ്വിസ് റോൾ ഉണ്ടാക്കുന്നത്. സാധാരണ സ്വിസ് റോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയായിരിക്കില്ലേ, ബീറ്റ് ചെയ്ത് ഒന്നും പണിയില്ല ഇതിന്. അപ്പോൾ സാധാരണ ക്ലിങ് റാപ്പോ അതല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ, ബട്ടർ പേപ്പർ ഇതിൽ യൂസ് ചെയ്യാം. പക്ഷെ അതൊന്നും ഇല്ലാത്തവർ എന്താ ചെയ്യുക, അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ ഷോപ്പിൽ നിന്ന് നേരിയരി വാങ്ങിയ ഒരു കവറുണ്ട്. നേരിയരി പുഴുങ്ങലരി അതാണെന്ന് ഓർമ്മയില്ല. ആ കവർ എന്താക്കി അതിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നിവർത്തി വെച്ചു. അപ്പോൾ ഞാനിത് കാണിക്കുന്നത് വെച്ചാൽ ഞാൻ മുമ്പെല്ലാം എന്തെങ്കിലും ചെയ്ത സമയത്ത് ക്ലീൻ റാപ്പൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഫോയിൽ ഉണ്ടായിന്, അലുമിനിയം ഫോയിൽ ഉണ്ടായിന്. അപ്പോൾ അതില്ലാത്തവരെന്താക്കുക, അപ്പോൾ അവർ വിചാരിക്കും അയ്യോ ഇതാക്കണ്ട, ഈ ക്ലീൻ റാപ്പ് ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിലത്ത് ആഡ് ആക്കിയത്. അപ്പോൾ ഇതുപോലെ ലോങ് ബ്രെഡ്, അതായത് ഇറച്ചി ബ്രെഡ് എന്നൊക്കെ, ഇറച്ചി റൊട്ടി അങ്ങനെ എന്തെല്ലോ പറയുന്നത്, സ്ലൈസ് അല്ലാത്ത ബ്രെഡില്ലേ, അത് നമുക്ക് വാങ്ങും കേട്ടോ. ഇതിവിടെ അടുത്ത് പ്രിയങ്ക ബ്രെഡിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്, അവിടെ തന്നെ നല്ല ഫ്രഷ് വാങ്ങിയതാണ് വൈകുന്നേരം. അപ്പോൾ അതിൻ്റെ 2 സൈഡുണ്ട്, അതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അധികം പൊലിപ്പിക്കുമ്പോണ്ടല്ലോ നമുക്കൊന്നും ഒരു തിരിപാടുണ്ടാവില്ല, ഒന്നും മനസ്സിലാവില്ല, എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ 2 സൈഡ് കട്ട് ചെയ്തിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ. എനിക്ക് പണി കിട്ടിയിരുന്നു, കാരണം താഴത്തെത്തണ്ട കത്തി, ആ നടുഭാഗത്ത് എത്തിയാൽ മതി. എന്നിട്ട് ഫുൾ കട്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ആക്കിയിട്ട് മനസ്സിലായിട്ട് മൊത്തത്തിലൊന്ന് വിരിച്ചു കൊടുക്കണം. പായ വിരിക്കുന്ന കണക്ക് നല്ല വിരിച്ചു കൊടുക്കണം. നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റിലൊരു മിൽക്ക് ബ്രെഡ് വരുത്തുന്നുണ്ട്, ഇതന്നെ സ്ലൈസ് അല്ലാത്തത്. അത് നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ അടി കുറച്ച് ഹാർഡായിരുന്നു, അപ്പോൾ സെൻറ്റർ ആ ഒരു അടിഭാഗം ചെറുങ്ങനായിട്ടൊന്ന് കീറിപ്പോയി, കുഴപ്പമൊന്നുമില്ല. ഇനി എന്താക്കണം അറിയാം, അതിൻ്റെ ഉള്ളിലത്തെ ആ സോഫ്റ്റ് ഇത് കണ്ട ആ ഒരു സ്പോഞ്ച് കണക്കത്തെ ഇത് തന്നെ, ആ സംഭവം ഫുള്ള് വാരിയെടുക്കുക. ഫുള്ളല്ല, കുറച്ച് കേട്ടോ.
എന്നിട്ട് നമ്മുടെ ഫില്ലിങ് കംപ്ലീറ്റ് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ നമ്മൾ ബ്രെഡ് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഫില്ലിങ് വെച്ച് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ചീസ് ഇട്ട് കൊടുക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ. ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഇതുണ്ടത്തുനിന്ന് വാരിയെടുത്ത സംഭവമില്ലേ, സോഫ്റ്റ് ബെന്ന്, അത് ഇതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തിട്ടൊന്നും ഇങ്ങനത്തെ ഒന്നും വീഡിയോ ഉണ്ടായില്ല. പിന്നെ ഞാൻ ചെയ്തു. മുമ്പ് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞാൽ അതായത് 13 വർഷത്തിന് മുന്നേ, 12 വർഷത്തിന് മുന്നേ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സൈഡെല്ലാം കണ്ട അത് നല്ല വെള്ളം കൊണ്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിക്കുക. 4 സൈഡും വെള്ളം കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചധികം വെള്ളം ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ, ഒന്നാകുകയും ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ സ്വിസ് റോളെല്ലാം റോൾ ചെയ്യുന്നില്ല, അതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്തെല്ലോ ഇങ്ങനെ ചെയ്യലുണ്ട്, ഈത്തപ്പഴത്തിൻ്റെയൊക്കെ ഞാൻ ചെയ്യലുണ്ട്. അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് നല്ല ടൈറ്റിൽ റോൾ ചെയ്യുക, പൊട്ടിപ്പോകുന്ന ചെയ്യില്ല. എന്നിട്ട് ആ 2 സൈഡ് ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ചുരുക്കും. ഇത് ക്ലിങ് റാപ്പാകുമ്പോൾ നല്ല സുഖമാണ്, മറ്റേ ഇത് നല്ല സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളും. ഇത് കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല വൃത്തിക്ക് തന്നെ ആയിരുന്നു. ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിൻ്റെ 2 സൈഡ് ഒരു മുട്ടായി കെട്ട് കണക്കത്തെ പിന്നെ റബ്ബർ ബാൻഡോ പിന്നെ അതല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും, ഞാൻ ആ ബ്രെഡിൻ്റെ ഇതുണ്ടാകുന്ന സംഭവമില്ല, അതിനെക്കൊണ്ട് തന്നെ ചുരുട്ടി കൊടുക്കുക. ഇനി ഇത് ഫ്രീസറിൽ 24 hours വെക്കണം. അതിന് ശേഷം നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെ 24 hours ശേഷം ഫ്രീസ് ആയതിന് ശേഷമുള്ള പരിപാടി ഇനി കാണിക്കുന്നത്. 2 മുട്ട എടുക്കുക, 2 മതി കേട്ടോ. ആ സാധാരണ ഒരു നോർമൽ ബ്രെഡിന് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഹെർബ്സ് ഇട്ട് കൊടുക്കുക, അതായത് പിന്നെ കസൂരി മേത്തിയോ അല്ല ഒറിഗാനോ, പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയാണ് ഫ്രീസറിന് സംഭവം എടുക്കേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവാനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കുറേ കട്ട് ചെയ്തിട്ട് കുറേ സമയം പുറത്ത് വെച്ച് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു ഫ്രീസ് ഐറ്റം, ഈ ഫ്രീസിൻ്റെ ആ ഒരു സമയത്ത് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിട്ടില്ല, നിങ്ങൾ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നിന്നാൽ. ഇനി എന്താക്കുന്നത്, ഇത് ഇനിയാണ് സ്വിസ് റോളിൻ്റെ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ 2 ഈ ഒരു സൈഡ് കുറച്ചധികം ഇങ്ങോട്ട് തന്നെ, കാരണം ഇവിടെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഇവിടെ ഒരു ലെവലില്ല, അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഫസ്റ്റേ പറയേണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിന് മുന്നേ ഇത് ഉണ്ടാക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും, അടിയും പിടിയാവും ഇത് ഉണ്ടാക്കുമ്പോൾ, സത്യം. അപ്പോൾ പിന്നെ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. നോമ്പിന് അങ്ങനെ വലിയ സ്നാക്സ് ഒന്നും ഉണ്ടായില്ല. നോമ്പ് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കഴിക്കാനൊരു പൂതി. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെ, അതേപോലെ പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ബോക്സിൽ വെച്ചിട്ട് ക്ലിങ് റാപ്പോ ഷീറ്റോ വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അട്ടിയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് കണ്ടില്ലേ എൻ്റെ ഷേപ്പ് സ്വിസ് റോള്. അപ്പോൾ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നല്ല മൂർച്ചയുള്ള കത്തി വേണം, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. ഇത് എന്ന് പറഞ്ഞാൽ എത്രയോ പഴക്കില്ല, നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അത് നമുക്ക് ചാടാൻ മനസ്സില്ലാത്ത കത്തി, നല്ല സുഖം കൊണ്ട് ഒന്നങ്ങ് മൂർച്ചയാക്കി ഇഷ്ടം പോലെ നല്ല അടിപൊളിയായിട്ട് അത് തഴഞ്ഞ് മൂർച്ചയാക്കി കാണുമ്പോൾ എനിക്ക് തോന്നും. അങ്ങനെ ഇത് മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രീസ് ചെയ്താലുണ്ടല്ലോ, ഇതിൻ്റെ പിന്നെ ബ്രെഡിൻ്റെ ആ സൈസ് ഇതില്ലേ, അത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെന്താ പറയൽ, ആ ഒരു മസാല കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. അത് കട്ട് ചെയ്യാനേ കുറച്ചൊരു മെനക്കേടുണ്ടാവും, കുറച്ചൊരു പണി തന്നെ കേട്ടോ. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് തിക്ക് ഇതാ അമ്മക്കളിരുന്നു. ഇത് കുറച്ചൊരു രീതിയിൽ പിന്നെ കട്ടിയിൽ തിക്ക് ചെയ്യണം. അല്ല എന്തൊക്കെയോ ആവുന്നു. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ചിനേക്കാൾ കുറച്ചിട്ട് കാലല്ല, 1/2 ഇഞ്ചിനേക്കാൾ കുറച്ചൊരു കട്ടിയിൽ പിന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പൊട്ടിപ്പോവും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിനെ ഒരു ലോങ് ബ്രെഡിൽ തന്നെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പാന് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ തീയിലാക്കിയിട്ട് അതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം കേട്ടോ. അതാണ് ടേസ്റ്റ്, നല്ല ഫ്ലേവർ കൊണ്ട് വലിയ ഇടങ്ങേറെന്നുള്ള. അപ്പോൾ ഇനി നമ്മൾ ആ മുട്ടേൻ്റെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഇത് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ കൂടുതൽ തീ കൂട്ടി വെച്ചിട്ട് ചെയ്യല്ലേ, ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്കിത് ചൂട് കയറില്ല ഉള്ളിൽ. അപ്പോൾ പിന്നെ നോക്കിയിട്ട് ചെയ്തേ. അപ്പോൾ ചെയ്തിട്ടുണ്ടാവും മുമ്പ്, അറിയില്ല, കമൻറ്റിൽ ഇട്ടോട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യം ചെയ്തിനോ അല്ല നിങ്ങളിങ്ങനെ ചെയ്തതാണെങ്കിൽ ഇങ്ങനെ തന്നെയാണോ ചെയ്തത് എന്നുള്ളത് കമൻറ്റിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചിട്ട് അങ്ങനെ എഴുതി കൊടുത്തട്ടോ. അപ്പോൾ
പിന്നെ ഇച്ചിരി ലെങ്ത്ത് വീഡിയോ ആയിപ്പോയി തോന്നുന്നു, സോറി കേട്ടോ. അത് പിന്നെ നമ്മൾ കുറച്ചിട്ടെല്ലാം ചിലപ്പം പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ വെച്ചിട്ട് കുറച്ച് ലെങ്തി ആക്കി തന്നിട്ട് ആ വീഡിയോ. ഇനിയുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊടുന്ന സമയത്ത് നല്ല അതൊന്ന് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. ആ കണ്ടില്ലേ. ഇനി പിന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്തോട്ടെ. അതേപോലെ തന്നെ പിന്നെ കിടിലും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിനി ബാക്കിയെല്ലാം കൂടെ ചെയ്തെടുക്കാം. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മസ്റ്റായിട്ട് ഉണ്ടാക്കിക്കോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, 100% ഗ്യാരണ്ടി. അപ്പോൾ പിന്നെ ഇനിയില്ല, ഇത് വലിയ പണിയായില്ല, മസാല ആക്കലേ പണിയില്ലോ, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഫ്രീസായിട്ട് വരുന്ന ആ ഒരു ക്ഷമയും അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരാം. ഹയ്യോ, താങ്ക് യു ഫോർ വാച്ചിങ്.